നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാർ ഫാസിസ്റ്റാണോ? അതൊരു ഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന് സി.പി.ഐയും സി.പി.ഐ-എമ്മിലും വിലയിരുത്തുമ്പോൾ കേന്ദ്രത്തിലേത് ഫാസിസ്റ്റ് ഭരണകൂടമല്ലെന്നാണ് സി.പി.എം വിലയിരുത്തുന്നത്. മറ്റു പല കാര്യങ്ങളിൽ എന്നതുപോലെ സി.പി.ഐയും സി.പി.എമ്മും തമ്മിൽ ബി.ജെ.പിയുടെ ഭരണകൂടത്തെ നിർവചിക്കുന്ന കാര്യത്തിലും അഭിപ്രായ ഭിന്നത പുറത്തുവരുന്നു എന്നുള്ളതാണ് വാർത്ത. മധുരയിൽ നടക്കുന്ന സി.പി.എം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സി.പി.ഐ മോദി സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഫാസിസം വന്നു കഴിഞ്ഞെന്ന് സി.പി.ഐ-എമ്മിലും നിലപാടെടുത്തിരിക്കുന്നു. എന്നാൽ ഇതിനെ രണ്ടിനെയും തള്ളിക്കൊണ്ട് കേന്ദ്രത്തിലേത് ഫാസിസ്റ്റ് ഭരണകൂടമല്ലെന്നാണ് സി.പി.എം പറയുന്നത്. മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും കാലത്തേത് ക്ലാസിക്കൽ ഫാസിസമെന്നും പിന്നീടുള്ള രൂപങ്ങളെ നവ ഫാസിസമെന്നും വിശേഷിപ്പിച്ചാണ് പുതിയ നിർവചനം സി.പി.എം നൽകിയിരിക്കുന്നത്. സാമ്രാജ്യത്വ വൈരുദ്ധ്യത്തിൻ്റെ സൃഷ്ടിയാണ് ക്ലാസിക്കൽ ഫാസിസമെന്നും നവ ഉദാരീകരണ പ്രതിസന്ധിയുടെ ഉൽപ്പന്നമാണ് നവ ഫാസിസമെന്നാണ് വിശേഷണം. ആർ.എസ്.എസിന് ഫാസിസ്റ്റ് സ്വഭാവമുണ്ടെന്നാണ് സി.പി.എം വിലയിരുത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ.എസ്.എസ് നിയന്ത്രണത്തിലുള്ള മോദി സർക്കാരിന് ഫാസിസ്റ്റ് പ്രവണതയാണെന്ന് കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസുകളിലും പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ പാർട്ടി പറയുന്നത് മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് പറയാനാവില്ല എന്നാണ്. ഇന്ത്യൻ ഭരണകൂടത്തെ നവ ഫാസിസ്റ്റായും ചിത്രീകരിക്കാനാവില്ല. 10 വർഷത്തെ തുടർച്ചയായുള്ള മോദി ഭരണത്തിൽ രാഷ്ട്രീയ അധികാരം ബി.ജെ.പി. ആർ.എസ്.എസ് കരങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആർ.എസ്.എസ് ബി.ജെ.പി കൂട്ടുകെട്ടിനെ തടഞ്ഞില്ലെങ്കിൽ ഹിന്ദുത്വ, കോർപ്പറേറ്റ് സ്വേച്ഛാധിപത്യ നവ ഫാസിസത്തിലേക്ക് പോകും. നവ ഫാസിസ്റ്റ് സ്വഭാവം എന്നതിനർത്ഥം അതൊരു നവ ഫാസിസ്റ്റ് സർക്കാരായോ രാഷ്ട്രീയ സംവിധാനമായോ വികസിച്ചെന്നല്ല എന്നാണ് സി.പി.എം പറയുന്നത്.